കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഐസ് ഓഫ് വാക്കൻഡയുടെ 3 എപ്പിസോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അവസാനത്തെ എപ്പിസോഡ് ഓഫ് ഐസ് ഓഫ് വാക്കൻഡയിലേക്കാണ്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവർക്കായിട്ട് ലിങ്ക് താഴെ കൊടുത്തേക്കാം. 1 by 1 ആയിട്ട് ഓരോ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരണം. കാരണം ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് എപ്പിസോഡാണ്. മാത്രമല്ല കഴിഞ്ഞ എല്ലാ എപ്പിസോഡ്സ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. നമുക്ക് നോക്കാം. ദ ലാസ്റ്റ് പാന്തർ എന്ന് പറയുന്ന ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ് ഓഫ് ഐസ് ഓഫ് വാക്കൻഡ. വെൽക്കം ടു ബിയോണ്ട്. സോ എപ്പോഴത്തും പോലെ എവിടെയാണ് എപ്പോഴാണ് സംഭവം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു എപ്പിസോഡ് എത്യോപ്യയിലെ അദ്വ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് നടക്കുന്നത്. വർഷം 1896 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് ഇപ്പോൾ ഒരു 3156 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക മാർവൽ ഇവന്റ്സ് നടക്കുന്നതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നടക്കുന്ന ഒരു ഐസ് ഓഫ് വാക്കൻഡയുടെ എപ്പിസോഡാണിത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് 47 കൊല്ലം കഴിയുമ്പോഴാണ് സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക ആവുന്നത്. സോ വർഷക്കണക്കൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇപ്പൊ എത്യോപ്യയിൽ ഇറ്റാലിയൻ ഇൻവേഷൻ ഒക്കെ നടക്കുന്ന ടൈമാണ്. അതിനെ എത്യോപ്യ സക്സസ്ഫുൾ ആയിട്ട് പൊട്ടിച്ച് വിടുന്നുണ്ട് ഹിസ്റ്ററിയിൽ. ആ ഒരു യുദ്ധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണ് ഇവിടെ 2 വാർഡോഗ്സ് മിഷനുമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ ആളുടെ പേരാണ് പ്രിൻസ് ടഫാരി, അന്നത്തെ വക്കൻഡയിലെ ബ്ലാക്ക് പാന്തറിന്റെ 3ാമത്തെ മകൻ. ഒപ്പമുള്ള 2ാമത്തെ ആളുടെ പേരാണ് കൂട. ആക്ച്വലി ഈ കൂടയുടെ ആണ് മിഷൻ ടഫാരി വാർഡോഗിന്റെ ഒരു ട്രെയിനി ആയിട്ട് പ്രാക്ടീസിന് വന്നതാണ്. ഇവിടെ റിക്കവർ ചെയ്യാനുള്ളത് ഒരു വൈബ്രേനിയം ആർട്ടിഫാക്റ്റ് ആണ്. അത് അവിടുത്തെ ഒരു സ്റ്റോറേജ് ഹൗസിലുണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ സാഹചര്യം ആയതുകൊണ്ടും കൂടുതൽ റിസ്ക് ഉള്ളതുകൊണ്ടും കൂട മിഷൻ നിർത്തിയിട്ട് പിന്നെ വരാന്നുള്ള ഒരു സ്റ്റാൻഡിലാണുള്ളത്. എന്താന്ന് വെച്ചാൽ വക്കൻഡയുടെ എക്സിസ്റ്റൻസ് ആരും അറിയാൻ പാടില്ല, എസ്പെഷ്യലി ആഫ്രിക്കയിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത്. അതിനാണല്ലോ എപ്പോഴും ഇമ്പോർട്ടൻസ്. പക്ഷെ ടഫാരിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം ഇതവന്റെ ഫസ്റ്റ് മിഷനാണ്. എന്നാ പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവിടെ നോക്കി നിന്നാൽ മതി, സാധനം ഞാൻ എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ടഫാരി ഓടി സ്റ്റോറേജ് ഹൗസിലേക്ക് കയറിപ്പോയി. കൂടെ എത്ര പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. കുറെ നേരം കഴിഞ്ഞിട്ടും ചെക്കനെ കാണാനില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി കൂടെ റെഡി ആകുമ്പോഴേക്കും ടഫാരി സാധനം എടുത്ത് തിരിച്ചെത്തി. ഈ ഒരു ആർട്ടിഫാക്ട് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട്. കണക്ഷൻസ് ഇനിയും വരാൻ പോണേ ഉള്ളൂ. നമുക്ക് പോണ വഴിക്ക് പറയാം. ഡയറക്റ്റ് ഓർഡർ ആയിട്ടും കൂടെ പറഞ്ഞത് അനുസരിക്കാത്തതിന് അവനെ കുറെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെ കെട്ടിയ സാധനം കൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. എപ്പിസോഡ് കണ്ട ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാതെ പോയ വാച്ചറിന്റെ ഒരു ക്യാമിയോ ആണ് നമ്മളെ കണ്ടത്. വാട്ടിഫ് കണ്ട ഭൂരിഭാഗം ആൾക്കാർക്കും വാച്ചറിനെ അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ വാച്ചറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. താഴെ കമന്റ് ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ പോണ വഴിക്ക് ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. നേരത്തെ ടഫാരി കാണിച്ച റിസ്കിന് കൂടെ നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ്. ടഫാരി ആണെങ്കിൽ ഞാൻ എന്റെ ഫസ്റ്റ് മിഷന് ചൂസ് ചെയ്തത് ഈ ഒരു കൂടെയല്ല, ഞാൻ കേട്ടിട്ടുള്ള കൂട എന്ന് പറയുമ്പോൾ ഇതിലും വലിയ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ആളാണ്, നിങ്ങൾക്കിപ്പോൾ എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോനെ പണ്ടത്തെ പോലെ അല്ല, എന്ന് എനിക്കൊരു ഫാമിലി ഉണ്ട്, അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളതാണ്. ഒരിക്കൽ നിനക്കും അതൊക്കെ മനസ്സിലാവും. ഈ ടഫാരിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ റോയൽ ഫാമിലിയിലെ 3ാമത്തെ മോനാണ്. ഫസ്റ്റ് സൺ ആണല്ലോ എപ്പോഴും അടുത്ത് ബ്ലാക്ക് പാന്തർ ആവുക. സോ ഇവന് വരും തലമുറ ഓർത്തേക്കുന്ന എന്തെങ്കിലുമൊക്കെ വക്കൻഡയ്ക്ക് വേണ്ടി ചെയ്യണം. അതായത് അവന്റേതായ ഒരു പേര് ഹിസ്റ്ററിയിൽ വരണം. സോ അതിന് വേണ്ടിയിട്ടാണ് വാർഡോക്സിൽ ഇത്ര ചെറുപ്പത്തിലേ ചേർന്നത്. എന്തൊക്കെയായാലും ഫസ്റ്റ് മിഷൻ തന്നെ സാധനം കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുമ്പിൽ ഒരു പോർട്ടൽ തെളിഞ്ഞു വരിക. അതിലിടിച്ചിട്ട് അവരുടെ വണ്ടി ക്രാഷ് ആവുകയാണ്. ഈ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ബാറ്റ് മൊബൈലൊക്കെ പോലെ ഇരിക്കും. ക്രാഷ് ആയി കിടക്കുന്ന ഇവരുടെ വണ്ടിക്ക് നേരെ ഒരു ഹെവി ആർമറൊക്കെ ഇട്ടിട്ട് ഒരു രൂപം നടന്നുകൊണ്ട് വരികയാണ്. അത് വരുന്നതാണെങ്കിൽ ഇവരെടുത്തോണ്ട് പോണ ആ ആർട്ടിഫാക്റ്റിന് വേണ്ടി. കൂടിയും ടഫാരി അതിനോട് കുറെ നേരം ഫൈറ്റ് ചെയ്തു. അവസാനം അത് വക്കൻഡൻ ഭാഷയിൽ എന്തോ പറയുമ്പോഴാണ് അത് വക്കൻഡയിലെ ആരോ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഈ കൂടയ്ക്ക് വക്കൻഡയിലെ എല്ലാ ഫീൽഡ് ഓപ്പറേറ്റീവ്സിനും അറിയാവുന്നതുകൊണ്ട് ഇവള് നമ്മളെ പറ്റിക്കുകയാണ്, ഇവള് വക്കൻഡൻ ഒന്നും അല്ല എന്ന് അയാൾ പറയാണ്. അപ്പോഴാണ് അവള് ചില കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഇപ്പൊ വക്കൻഡെ കാണില്ല, പക്ഷെ ഭാവിയിൽ ഞാൻ അവിടെ തന്നെയാണ് ജനിക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല, നമ്മുടെ ലോകത്തിന്റെ ഭാവി പ്രശ്നത്തിലാണ് എന്നൊക്കെ. ഇവളിത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന അവരെ അവളൊരു ടെക്നോളജി ഉപയോഗിച്ച് ഭാവി കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവര് കാണുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് 500 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളാണ്. വക്കൻഡയിലെ ഗോൾഡൻ സിറ്റി ഒക്കെ തകർന്നു കിടക്കുന്നുണ്ട്. എല്ലായിടത്തും കാണാൻ പറ്റുന്നത് മരിച്ചു കിടക്കുന്ന ഭാവിയിലെ ഹൈടെക് ആയിട്ടുള്ള ഡൊറാമിലാജകളെയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഭൂമി ഇപ്പോൾ ഹോട്ട്സ് എന്ന് പറയുന്ന ഒരു ഏലിയൻ പ്രെഡേറ്റേഴ്സിന്റെ അറ്റാക്കിലാണ്. അവറ്റകൾ വന്നത് നമ്മുടെ ഗാലക്സിയുടെ ഒരു എഡ്ജിൽ നിന്നാണ്. മാത്രമല്ല വളരെ പവർഫുൾ ആയുള്ള ഒരു ഏലിയൻസ് ആണിത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഈ ഹോട്ട്സ് എന്ന് പറയുന്ന ജന്തുക്കള് എർത്തിലെ എല്ലാ നേഷൻസിനെയും ഫ്യൂച്ചറിലെ അവഞ്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഹീറോസിനെയും തട്ടിയതിന്റെ ശേഷം അവസാനം ബാക്കി വന്ന വക്കൻഡെ കണ്ടെത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഹോട്ട്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതേ കൺസെപ്റ്റ് നമ്മൾ പല സിനിമകളിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറയുന്ന 2014 സിനിമയിൽ വേൾഡിനെ മൊത്തം നശിപ്പിക്കാൻ വരുന്ന സെന്റിനൽസ് ഏകദേശം ഇതേ കൺസെപ്റ്റ് ആണ്. കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണെങ്കിലും മെട്രിക്സ് സിനിമയിൽ കാണിക്കുന്ന സെന്റിനൽസിന്റെയും പരിപാടി ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയായാലും ഈ ഒരു അറ്റാക്ക് നടക്കുന്ന ഫ്യൂച്ചർ കാലത്തെ ബ്ലാക്ക് പാന്തർ ആണ് ഇവള്. അതിലിനി മൊത്തം വേൾഡിൽ വക്കൻഡ് ഉൾപ്പെടെ എല്ലാം നശിച്ചിട്ട് ബാക്കിയുള്ളത് ഈ ഒരു ക്യൂൻ ബ്ലാക്ക് പാന്തറും കുറച്ച് ഡൊറാമിലാജയും മാത്രമാണ്. പിന്നെ ഈ ഒരു വിഷൻസിൽ തന്നെ ആ ബ്ലാക്ക്
പാന്തർ എങ്ങനെയൊക്കെ ഒരു സ്യൂട്ടിന്റെ ബലത്തിൽ ഒരു ഹോഡിനെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഏലിയൻ പ്രെഡേറ്റേഴ്സ് അഥവാ ഈ ഹോഡ്സിനെതിരെ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് വക്കൻഡയ്ക്ക് മാത്രമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവറ്റകൾ ആദ്യമായിട്ട് ഭൂമിയിലെ മറ്റ് സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോഴും ഭൂമിയുടെ എല്ലാ ഹീറോസും നേഷൻസും ഇവയോട് ഫൈറ്റ് ചെയ്ത് നശിച്ചു പോയപ്പോഴും വക്കൻഡയുടെ പോളിസി പുറം ലോകമായിട്ട് ഇടപെടില്ല എന്നുള്ളതായതുകൊണ്ട് അവർ നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അവർ വിചാരിച്ചാലും പവർഫുൾ ആയിരുന്നു ഹോഡ്സ്. അവറ്റകൾ ബാക്കി വന്ന വക്കൻഡെ കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യാണ് പിന്നെ സംഭവിച്ചത്. അപ്പോഴേക്കും അവർ വക്കൻഡയ്ക്ക് പോലും തടയാൻ പറ്റാത്ത അത്രയും പവർ ഗെയിൻ ചെയ്തിരുന്നു. സോ ബേസിക്കലി വക്കൻഡെ ആ ഒരു സ്വഭാവം മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഭൂമിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഈ ഒരു ലൈനാണ് ഈ ഒരു എപ്പിസോഡിന്റെ പ്രധാന തീം. അത് നമുക്ക് പോണ വഴിക്ക് മനസ്സിലാവും. പിന്നെ ഈ ബാക്കിയുള്ള ബ്ലാക്ക് പാന്തറും ഡൊറാമിലാജി മാത്രമല്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ വക്കൻഡൻ ടെക്നോളജീസും നശിക്കാതെ ബാക്കിയുണ്ട്. അതിലൊന്നാണ് ക്വാണ്ടം സ്കാനർ. ഇതെന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടം ടൈം ട്രാവൽ ടെക്നോളജിയാണ്. ശരിക്കും ഇത് അവർ ഉപയോഗിച്ചിരുന്നത് അവരുടെ ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കാനൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പൊ ഇതാണ് അവസാനത്തെ കച്ചിത്തുരുമ്പ്. അതായത് ഈ ഒരു കഷ്ടകാലം സംഭവിക്കുന്നത് ഉറപ്പായിട്ടും പണ്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ചെയിൻ ഓഫ് ഇവന്റ്സ് ആയിട്ടായിരിക്കും. അതെന്താന്ന് കണ്ടെത്തി നമുക്ക് തിരുത്താൻ പറ്റിയാൽ ഫ്യൂച്ചർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ ഇവർ ഈ ടെക്നോളജി ഉപയോഗിച്ച് പാസ്റ്റിൽ മൊത്തം പോയി ആ ഇവന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഫസ്റ്റ് എപ്പിസോഡിലെ ലയന്റെ മാസ്ക് റിക്കവർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ പോയി നോക്കി. ട്രോജൻ വാർ എപ്പിസോഡിലെ വൈബ്രെയിന് മാല റിക്കവർ ചെയ്യുന്ന ടൈമിൽ ചൈന വഴി വക്കൻഡയിൽ എത്തിയ ഡ്രാഗൺ സ്റ്റാച്ചുവിന്റെ എപ്പിസോഡിലൊക്കെ പോയി നോക്കി. പക്ഷെ അതൊന്നും അല്ലായിരുന്നു ആ ഒരു ഇവന്റ്. അവസാനം നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ടഫാരി ആ ഒരു വൈബ്രെയിന് മാക്സ് എടുക്കുന്ന ടൈമിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഇതാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയ ഒരു എക്സാക്ട് ഹിഞ്ച് മൊമെന്റ് എന്ന് ബ്ലാക്ക് പാന്തർ ക്വീൻ മനസ്സിലാക്കുകയാണ്. സോ അത് തിരുത്താൻ വേണ്ടിയാണ് ഇവൾ അവരുടെ മുന്നിൽ പോർട്ടലും തുറന്നു വന്നത്. ചുരുക്കി പറഞ്ഞാൽ ടഫാരി ആ ഒരു ആർട്ടിഫാക്ട് എടുക്കാൻ പാടില്ലായിരുന്നു. അതിപ്പോ വാർ നടക്കുന്ന അദ്വ സിറ്റിയിൽ എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ ഇരിക്കണം. എന്നാലാണ് അവർക്ക് ഭാവിയിൽ ആ ഒരു ദുരന്തം സംഭവിക്കുന്നത് തടയാൻ പറ്റും. പക്ഷെ കൂടാക്കി ഇതത്ര വിശ്വാസം പോരാ. കാരണം ഇവൾ എന്തോ മാജിക് വെച്ച് നമ്മളെ പറ്റിക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. അവസാനം വിശ്വാസമാവാൻ വേണ്ടി വക്കൻഡൻ റോയൽ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രറ്റ് അവൾ പറയുകയാണ്. അതായത് ഈ ടഫാരിയുടെ അമ്മ ഗർഭിണിയാണ് എന്ന്. അതങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും പോർട്ടൽ ക്ലോസ് ആയിട്ട് ബ്ലാക്ക് പാന്തർ ക്വീൻ അങ്ങോട്ട് മാഞ്ഞുപോയി. ടഫാരിക്ക് എന്തായാലും കാര്യങ്ങൾ സത്യമെന്ന് മനസ്സിലായി. കാരണം അവന്റെ അമ്മ ശരിക്കും ഗർഭിണിയായിരുന്നു. അത് റോയൽ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടെക്ക് എന്നാലും സമ്മതിക്കാൻ വയ്യ. നമുക്കിത് വക്കൻഡയിൽ എത്തിച്ചിട്ട് കൗൺസിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ സാധനം കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ആവശ്യം ടഫാരിക്ക് ആയിരുന്നിട്ടും അവൻ കാര്യം മനസ്സിലാക്കി കൂടെ സമ്മതിപ്പിച്ചിട്ട് അവരത് കിട്ടിയെടുത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഒരു സമയത്ത് തിരിച്ച് ഫ്യൂച്ചറിൽ എത്തിയ ബ്ലാക്ക് പാന്തർ ക്വീന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ടൈം ജമ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ വേണ്ടി പറയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇത്രയും തവണ ട്രാവൽ ചെയ്ത കാരണം അവരുടെ ബോഡി നല്ല വീക്ക് ആയിട്ടുണ്ട്. ഇനി ടൈം ട്രാവൽ ചെയ്താൽ ചത്തുപോകും. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഹോഡ്സ് ഇവരുടെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വേറെ ഒരു വഴിയില്ല. നമ്മുടെ ഭാവി ഇനി നമ്മുടെ പൂർവികരുടെ കയ്യിലാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഹോഡ്സ് ഇനി ആ പോർട്ടൽ വഴി കയറിപ്പോയി നമ്മുടെ പാസ്റ്റ് വേൾഡിനെ നശിപ്പിക്കാതെ നോക്കലാണെന്നും പറഞ്ഞിട്ട് അവർ അവസാനത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയത്ത് കൂടെയും ടഫാരിയും കൂടി സാധനം തിരിച്ചു വെക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു ബിൽഡിംഗ് മറിഞ്ഞു വീണിട്ട് കൂടെ അതിൽ കുടുങ്ങുന്നുണ്ട്. എന്നാലും ടഫാരി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എക്സാക്ട്ലി എവിടുന്ന് അത് എടുത്തോ അവിടെ തന്നെ തിരിച്ചു വെച്ച ആ ഒരു മൊമെന്റിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ അപ്പോകലിപ്സും ഹോഡ്സും ഫ്യൂച്ചറിലെ ബ്ലാക്ക് പാന്തർ ക്വീനൊക്കെ മാഞ്ഞു പോവുകയാണ്. ഐ മീൻ ആ ഒരു ഫ്യൂച്ചർ തന്നെ ഇറേസ് ആയി. അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ടഫാരി വന്ന് കൂടെ ആ ബിൽഡിങ്ങിന്റെ ഇടയിൽ നിന്ന് രക്ഷിച്ച് അവർ തിരിച്ചു വക്കൻഡയിലേക്ക് അങ്ങനെ പോവുകയാണ്. വക്കൻഡയിലേക്ക് അങ്ങനെ വെറും കൈയോടെ എത്തിയ ടഫാരി കൗൺസിലിന്റെ മുന്നിൽ വെച്ചിട്ട് ആർട്ടിഫാക്റ്റ് യുദ്ധത്തിൽ തന്നെ നശിച്ചു പോയി, മിഷൻ അബാൻഡൻ ചെയ്തതൊക്കെ എന്റെ തീരുമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കൂടെ ടഫാരിയോട് നിന്റെ ഫസ്റ്റ് മിഷൻ അല്ലായിരുന്നോടാ, നിന്റെ പേര് ഹിസ്റ്ററിയിൽ എല്ലാവരും ഓർക്കാൻ നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതല്ലേ, നീ ചെയ്തത് ബ്രേവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നീ എല്ലാവരും രക്ഷിച്ചു, പക്ഷെ ആരും ഇനി അതൊന്നും അറിയാൻ പോണില്ലല്ലോ മോനെ എന്നൊക്കെ പറയുമ്പോൾ മിഷനാണ് പ്രധാനം കൂടാ, അതിന്റെ കഥകളല്ലല്ലോ, എനിക്കിപ്പോ നമ്മൾ ഈ ചെയ്തതിന്റെ ഒക്കെ ആ ഒരു നല്ല ഫ്യൂച്ചർ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ എന്ന് ടഫാരി പറയുന്നിടത്ത് ഭാവിയിൽ ബ്ലാക്ക് പാന്തർ മൂവിയിലെ കിൽമോങ്കർ ആ ഒരു സെയിം ആർട്ടിഫാക്റ്റ് നോക്കി നിൽക്കുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ ഇതാണ് ഈ ഒരു സീരീസിന് ബ്ലാക്ക് പാന്തർ മൂവി ആയിട്ടുള്ള ഒരു കണക്ഷൻ. അതായത് അന്ന് ടഫാരി ആ ഒരു ആർട്ടിഫാക്റ്റ് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ ബ്ലാക്ക് പാന്തർ മൂവിയിൽ കിൽമോങ്കറിന്റെ കയ്യിൽ അത് എത്തുമായിരുന്നില്ല. അങ്ങനെ ആണെങ്കിൽ അവൻ വക്കൻഡയിലേക്ക് വരുന്നതും കിങ് ടിച്ചാലയായിട്ട് നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നും സംഭവിക്കായിരുന്നില്ല. സോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അതുവഴി വക്കൻഡൻസ് ഈ പുറം ലോകമായിട്ട് മുഖം തിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിലപാട് തെറ്റാണെന്ന് കിങ് ടിച്ചാല മനസ്സിലാക്കിയിട്ട് ഇന്ന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എങ്ങനെയാണോ എൻ്റയർ വേൾഡും വക്കൻഡൻസും ഒരുമിച്ച് നിൽക്കുന്നത്, നാളെ ഇനി താനോസോ ഈ പറഞ്ഞ ഹോഡ്സോ അതോ ഇനി ഡോക്ടർ ഡൂം വന്നാൽ പോലും അതിനെതിരെ എങ്ങനെയാണോ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, ബേസിക്കലി ഇതൊന്നും നടക്കുമായിരുന്നില്ല. അപ്പൊ എന്തൊക്കെയാലും ഗൈസ്, ഇതാണ് ഐസ് ഓഫ് വക്കൻഡയുടെ ഫൈനൽ എപ്പിസോഡ്. കഴിഞ്ഞ എല്ലാ വീഡിയോസും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഏത് മാർവൽ മൂവി അല്ലെങ്കിൽ സീരീസ് ആണ് വീഡിയോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണം. ആൻഡ് ഓൾസോ സോ മെനി മാർവൽ എക്സ്പ്ലനേഷൻസ് ആർ ഓൺ ദ വേ ഗൈസ്. സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്. അപ്പോ ഗുഡ് ബൈ.